നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങളെ അധികരിപ്പിക്കണം റമദാനിൽ പ്രത്യേകിച്ച് എന്ന് പഠിപ്പിച്ചതിൽ നിന്നുള്ള രണ്ടാമത്തെ കാര്യം ഇസ്തിഗ്ഫാറാണ്. പാപം പൊറുക്കലിനെ തേടുക. അത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നാകാം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അങ്ങനെയുമാകാം, അതല്ലെങ്കിൽ അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി അങ്ങനെയുമാകാം. ഇനി അതൊന്നുമല്ലെങ്കിൽ നമ്മുടെ ഏത് ഭാഷയും അള്ളാഹ്ക്ക് തിരിയും. ഭാഷകളെല്ലാം സൃഷ്ടിച്ചത് റബ്ബാണ്. അപ്പൊ അള്ളാഹുവേ, എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണം, ഇന്ന പാപങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന ഏത് ഭാഷയിലെ ഏത് വാക്കുകളും അതൊക്കെ ഇസ്തിഗ്ഫാറുകളാണ്. ആ ഇസ്തിഗ്ഫാറും പരിശുദ്ധ റമദാനിൽ അധികരിപ്പിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. 100 കണക്കിന് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ ഇസ്തിഗ്ഫാർ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. പരിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് സ്വർഗത്തിന്റെ അവകാശികളുടെ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോ അവരുടെ ഗുണമാക്കി അവർ വഴിപ്പെടുന്നവരാണ്, അവർ ചിലവഴിക്കുന്നവരാണ്, അള്ളാഹുവിൽ തൃപ്തിപ്പെടുന്നവരാണ് എന്നിങ്ങനെ വിശ്വാസികളുടെ ഗുണം പറഞ്ഞിട്ട് ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്ന വാക്കാണ് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ഇടയത്താഴ സമയമെത്തുമ്പോൾ അള്ളാഹുവിലേക്ക് പശ്ചാത്താപ മനസ്സോടുകൂടി ഇസ്തിഗ്ഫാർ ചെയ്യും എന്ന്. മറ്റൊരായത്തിൽ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇടയത്താഴ സമയത്ത് അവർ ഉണർന്നുകൊണ്ട് അവർ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറോടെ മുറിഞ്ഞു വീഴും എന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ അമലാണ് ഇസ്തിഗ്ഫാർ. ഫസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങളെ പടച്ച റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് തങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല എന്ന വിഷമം പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞ വാക്ക് ഫസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. മറ്റൊരു സമയത്ത് മക്കളില്ലായ്മയുടെ പരാതിയുമായി വന്നയാളിനോടും മഹാനവറുകൾ പറഞ്ഞത് ഫസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക എന്നാണ്. മറ്റൊരു സമയത്ത് സമ്പത്തില്ലായ്മയുടെ വിഷമം പറഞ്ഞ് ദാരിദ്ര്യത്തിന്റെ പേര് പറഞ്ഞ് മഹാനരുടെ മുമ്പിൽ എത്തിയവരോടും മഹാനര് പറഞ്ഞ മറുപടി ഫസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്താനാണ്. അതിനെ സംബന്ധിച്ച് ശിഷ്യന്മാര് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞ മറുപടി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് തന്നെ പറഞ്ഞതാണ്, എന്നോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. അങ്ങനെ ഇസ്തിഗ്ഫാർ നിങ്ങൾ നടത്തിയാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴയും മറ്റനുഗ്രഹങ്ങളും ഞാൻ വർഷിച്ചു തരും. അതോടൊപ്പം വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്തും നിങ്ങൾക്ക് മക്കളെയും അള്ളാഹു അധികരിപ്പിച്ച് തരും, വിശാലമാക്കി തരും എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ് എന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞുവെങ്കിൽ ഇസ്തിഗ്ഫാറിന്റെ സ്ഥാനം അത്ര വലുതാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക.